വിഷ്ണു തുടരുക. മറ്റൊരു ഹൈക്കോടതിയിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്, അതിന്റെ കൂടി വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി വന്നിട്ടുണ്ട്. പദ്ധതി ഏകപക്ഷീയവും വിവേചനപരവുമെന്നാണ് ഈ ഹർജിയിലെ ആരോപണം. വിഷ്ണു സുരേഷ് തുടരുകയാണ്. വിഷ്ണു, ആരാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ? അസിത, ഒരു അഭിഭാഷകനാണ് ഹർജി നൽകിയിട്ടുള്ളത്. KSRTC ഇന്നാണ് യാത്ര ആരംഭിച്ചത്. കേരളം ഒരു ചരിത്ര നേട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് പൊതുവെ അതിന് വിശേഷിപ്പിച്ചതെങ്കിലും പക്ഷേ അതിൽ ചില പോരായ്മകളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് റദ്ദാക്കണം എന്നുള്ളതാണ് ഹർജിയിലെ ആവശ്യം. അതിൽ പ്രധാനപ്പെട്ട വാചകങ്ങൾ ഇങ്ങനെയാണ്: വിവേചനം ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശത്തിന്റെ ലംഘനമാണ്. യാതൊരുവിധ ശാസ്ത്രീയ പഠനങ്ങളോ സാമ്പത്തികാഘാത വിലയിരുത്തലുകളോ ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാന പ്രഖ്യാപനം മാത്രമാണിതെന്നും ഈ പൊതുതാൽപര്യ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. KSRTCക്ക് ഇത് താങ്ങാവുന്ന അപ്പുറത്തേക്കുള്ളൊരു ഭാരം ഈ പദ്ധതി സൃഷ്ടിക്കും എന്നാണ് ഈ പൊതുതാൽപര്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ദിവസം ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയാണുള്ളത്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.